ടെലികോം പ്രൊവൈഡേഴ്സായ ജിയോ, എയർടെൽ അതുപോലെ തന്നെ ഇവരെല്ലാവരും ചാർജ് കൂട്ടിയതോടെ BSNL ഇപ്പോൾ ഒരു ഹോട്ട് ടോപ്പിക്കാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പോഴും അഫോർഡബിൾ ആയിട്ടുള്ള പ്ലാൻസ് ഉള്ളത് BSNL മാത്രമാണ്. ബട്ട് BSNL ഒരു കുഴപ്പമുണ്ട്, അവർക്ക് ഇപ്പോഴും 5G ഇല്ല. അത് മാത്രമല്ല, ചില സ്ഥലങ്ങളിൽ BSNL തീരെ റേഞ്ച് കുറവാണ്. മിക്ക ആൾക്കാരും BSNLിലേക്ക് പോർട്ട് ചെയ്യണമെന്ന് വെച്ചൊരു ഹാഫ് മൈൻഡിൽ നിൽക്കുകയായിരിക്കും. അതുകൊണ്ട് അടുത്ത 30 ദിവസത്തേക്ക് നമ്മൾ BSNL യൂസ് ചെയ്തിട്ട് എല്ലാ ടൈപ്പ് ടെസ്റ്റും ചെയ്യാൻ നോക്കുകയാണ്. സോ ലെറ്റ്സ് ഇൻസേർട്ട് ദി സിം ഇൻ ടു അവർ ഫോൺ. ഓൾറൈറ്റ്, അപ്പോൾ ഇത് ഡേ 1 ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സിം ഇൻസേർട്ട് ചെയ്യാം. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, ജസ്റ്റ് കോൾ ചെയ്ത് നോക്കണം. ഇതാണ് നമ്മുടെ ഫോണിൻ്റെ ഏറ്റവും ബേസിക് ഫംഗ്ഷൻ. സോ അത് വർക്ക് ചെയ്യണം നോക്കണം. വർക്കിംഗ് ആണ്, കോൾ പോകുന്നുണ്ട്, ടെക്സ്റ്റിംഗ് എല്ലാം ക്ലിയർ ആണ്. ബാക്കിയുള്ള ടെസ്റ്റുകളിലേക്ക് പോകാനായിട്ട് മുമ്പ് തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ കുറച്ചുകൂടി റിമോട്ട് ആയിട്ടുള്ള ഏരിയാസിലാണ് ലിവ് ചെയ്യുന്നത്. ലൈക്ക് ഇവിടുന്ന് സിറ്റിക്ക് അധികം ദൂരമില്ല, എന്നാൽ സിറ്റിയിലെ അവിടുന്ന് കുറച്ചും നീങ്ങിയിട്ടുമാണ്. അങ്ങനെയുള്ളൊരു ലൊക്കേഷനിലാണ് എൻ്റെ ഹോം. സോ അവിടെ നിന്നാണ് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നതല്ല. സോ ഈ ലൊക്കേഷന് ചുറ്റും എത്ര ടവർ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതിന് നമ്മുടെ ഗവൺമെൻറ് വെബ്സൈറ്റിൽ പോവുക, എന്നിട്ട് ഗോ ടു മൈ ലൊക്കേഷൻ കൊടുക്കുക, എന്നിട്ട് രജിസ്റ്റർ ചെയ്യുക. ഇപ്പോൾ നമുക്കൊരു മാപ്പ് അവൈലബിൾ ആകും. ഇതിൽ നമ്മുടെ ലൊക്കേഷനിൽ ചുറ്റുമുള്ള എല്ലാ ടവേഴ്സും ഐഡൻറ്റിഫൈ ചെയ്ത് എവിടെയാണ് ഉള്ളതെന്നെല്ലാം നമുക്ക് നോക്കാം. സോ എൻ്റെ ഏരിയയിൽ അറൗണ്ട് 3 BSNL ടവേഴ്സ് ഉണ്ട്. അപ്പോൾ കോൾസിൻ്റെ കാര്യത്തിൽ അധികം പ്രശ്നമൊന്നുമില്ല. ഞാൻ എല്ലാ കോൾ ടൈപ്പും ടെസ്റ്റ് ചെയ്ത് നോക്കി. വീടിൻ്റെ ഉള്ളിൽ നിന്ന് കോൾ ചെയ്ത് നോക്കി, പുറത്തുനിന്ന് കോൾ ചെയ്ത് നോക്കി, മുകളിൽ നിന്ന് അടിയിൽ നിന്ന് എല്ലാം കോൾ ചെയ്ത് നോക്കി. ദർ ഇസ് നോ പ്രോബ്ലം. റൈറ്റ്, ഇപ്പോൾ ഡേ 30 ആയി. 30 ദിവസത്തിനുള്ളിൽ ഞാൻ ഒരുപാട് ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. മെയിൻലി ചെയ്തത് ഇൻ്റർനെറ്റ് ടെസ്റ്റിംഗ്, അതായത് നമ്മുടെ ഊക്ല ഡൗൺലോഡ് സ്പീഡ് ടെസ്റ്റാണ് നടത്തിയത്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ഞാൻ ഫസ്റ്റ് ചെയ്തപ്പോൾ ഈ സംഭവം ഡൗൺലോഡിങ് ആയില്ല. ഇങ്ങനെ എറേഴ്സ് വരികയാണ് ചെയ്യുന്നത്. പിന്നീട് കുറച്ച് കഴിഞ്ഞ് വീഡിയോ റെക്കോർഡ് ചെയ്തപ്പോഴാണ് ഈ സംഭവം കാണിച്ചത്. യൂഷ്വലി 1 MB അപ്ലോഡും 1 MB ഡൗൺലോഡ് തന്നെയാണ് കിട്ടിയത്. അതുപോലെ തന്നെ ഈ സിമ്മിൽ ഞാൻ പിന്നെ PUBG കളിക്കാൻ ട്രൈ ചെയ്ത് നോക്കി. PUBG ഞാൻ ഡയറക്റ്റ്ലി ലോഗിൻ ചെയ്യുമ്പോൾ ആവുന്നില്ല. ഞാൻ ആദ്യം വൈഫൈയിൽ കയറി ലോഗിൻ ചെയ്തു, എന്നിട്ട് ആപ്പിൽ കയറി, എന്നിട്ടാണ് ഞാൻ ഡാറ്റ ഓൺ ചെയ്തിട്ട് സംഹൗ ഈ PUBG കളിക്കാൻ പറ്റുന്നുണ്ട് സംഭവം. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നോക്കിയത്, ഇതിൽ ഡാറ്റ ഇടയ്ക്ക് പോവും, ഇടയ്ക്ക് വരും. അങ്ങനെയുള്ള ഒരു പ്രശ്നമായിരുന്നു. അത് ഞാൻ 2-3 ദിവസം ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലായത് ഇത് ഇടയ്ക്ക് ഡാറ്റ പോയി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ PUBGയിൽ മെയിൻലി പിങ് കാണിക്കുന്നത് 100 ms ആണ് പിങ് കാണിക്കുന്നത്. ബട്ട് പ്ലേയബിൾ ആണ് സംഭവം. സോഷ്യൽ മീഡിയാസ് ചെക്ക് ചെയ്തപ്പോഴും ഇത് തന്നെ നെറ്റ് വരുന്ന സമയത്ത് യൂസ് ചെയ്യുമ്പോൾ വലിയ സ്റ്റക്ക് ഒന്നും ഇല്ലാതെ തന്നെ കിട്ടുന്നുണ്ട്. സോഷ്യൽ മീഡിയാസും യൂട്യൂബ് ആണെങ്കിലും അതുപോലെ തന്നെയാണ്. ബട്ട് ചില സമയത്ത് ഡാറ്റ അങ്ങോട്ട് പോകും. പിന്നെ കുറച്ച് 2-3 സെക്കൻഡ് നേരത്തേക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ എന്നിട്ടാണ് ഡാറ്റ വരികയുള്ളൂ. ഇതുപോലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടായത് പിന്നെ ഡേ 10 വേറെ ഒന്നുമല്ല. അതായത് കുറച്ച് കോൾസ് എനിക്ക് രാത്രി കിടന്നുറങ്ങുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് വന്നില്ല. ചില സമയത്ത് ഇതിൻ്റെ സർവീസ് കണ്ട് പോകും. പിന്നെ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വരികയുള്ളൂ. ഞാൻ ഒരു ദിവസം രാവിലെ വാട്സപ്പ് കോള് കണ്ടു എൻ്റെ ഇതിൽ. അപ്പോൾ എന്നിട്ട് അവർ മെസ്സേജ് അയക്കുകയും ചെയ്ത് കോള് വരുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഹോപ്പ്ഫുള്ളി ഈ ഇഷ്യൂ പെട്ടെന്ന് തന്നെ മാറുന്നു വിചാരിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഞാനിപ്പോൾ അടുത്ത് അറിഞ്ഞതാണ് എൻ്റെ റീജിയൻ്റെ അവിടെ എല്ലാം കൂടുതൽ BSNL ടവേഴ്സ് ഇവർ ആഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ 30 ദിവസമായി ഇനി ഞാൻ എൻ്റെ പേഴ്സണൽ നമ്പർ ഇതിലേക്ക് പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനോ നെറ്റ്വർക്കും ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ വീട്ടിൽ അതുപോലെ തന്നെ ഇതെല്ലാം മോശമാണ്. യെസ്, ഐ ആം പോർട്ടിങ് മൈ സിം ടു ദിസ് സിം, അതായത് BSNLിലേക്ക് മാറുകയാണ്. ബട്ട് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അതിനു മുമ്പ് ഞാൻ പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ മെയിൻ യൂസ് എന്ന് വേണ്ടത് മൊബൈൽ ഡാറ്റയ്ക്ക് വേണ്ടത് ആകെ UPI യൂസ് ചെയ്യുക. മിക്ക ടൈമിൽ ഞാൻ UPI യൂസ് ചെയ്യാറില്ല, കാർഡാണ് യൂസ് ചെയ്യുക. പുറത്ത് പോകുമ്പോൾ ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഡാറ്റേനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് ഫോണിൽ ഗെയിംസ് കളിക്കണം, അതുപോലെ തന്നെ വീഡിയോസ് കാണണം, നെറ്റിൽ എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഐ ഹാവ് ബ്ലേസിംഗ് ഫാസ്റ്റ് ഫൈബർ ഇൻ്റർനെറ്റ്. ഞാൻ കൂടുതലും അതാണ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെ ചിലപ്പോൾ ആയിരിക്കില്ല. നിങ്ങൾ ചിലപ്പോൾ പുറത്തേക്ക് വീഡിയോ കോൾ ചെയ്യുന്നതെല്ലാം ഡാറ്റ വെച്ചിട്ടായിരിക്കും. അതുപോലെ തന്നെ സോഷ്യൽസ് എല്ലാം കൺസ്യൂം ചെയ്യുന്നതും മൊബൈൽ ഡാറ്റ വെച്ചിട്ടായിരിക്കും. അല്ലെങ്കിൽ ഗെയിംസ് കളിക്കുന്നതെല്ലാം ചിലപ്പോൾ മൊബൈൽ ഡാറ്റ വെച്ചിട്ടായിരിക്കും. സോ നിങ്ങൾ പുറത്തേക്ക് അല്ലെങ്കിൽ അബ്രോഡ് ഗൾഫ് റീജിയനിൽ എല്ലാം കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ലേറ്റൻസി വളരെ കുറവ് കാണും. അല്ലാതെ ഡൗൺലോഡ് സ്പീഡ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ചിലപ്പോൾ നിങ്ങൾ BSNL ഡൗൺലോഡ് സ്പീഡ് ആയിട്ട് ടെസ്റ്റ് ഒക്കെ അടിക്കുമ്പോൾ സ്പീഡ് കാണിക്കും, ബട്ട് ലേറ്റൻസിയും കൂടി നോക്കണം. സെയിം തിങ് ഫോർ ഗെയിമിംഗ് കളിക്കുമ്പോൾ നിങ്ങൾക്ക് മെയിൻലി ഡൗൺലോഡ് സ്പീഡ് അത്ര വേണമെന്നില്ല. ബട്ട് നിങ്ങൾക്ക് കൂടുതലും വേണ്ടത് ലേറ്റൻസി കുറഞ്ഞ് കിട്ടണം, എസ്പെഷ്യലി PUBG എല്ലാം കളിക്കുമ്പോൾ. അതുകൊണ്ടാണ് ചില ബ്രോഡ്ബാൻഡ് ഹൈ സ്പീഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് PUBG കളിക്കുമ്പോൾ ലാഗ് ആവുന്നത്. അതുകൊണ്ട് വൈഫൈ ഉള്ളവർ ഫോൺ സിം ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഡാറ്റ വേണ്ടവർ മാത്രം ഇപ്പോൾ പോർട്ട് ചെയ്യുക. കൂടുതൽ ഇതിനെപ്പറ്റി ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാൻ പോർട്ട് ചെയ്യാതെ തന്നെ ഈ ഡാറ്റ അയക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, UPI ഞാൻ ചിലപ്പോൾ മാത്രമാണ് യൂസ് ചെയ്യുക. ഈ ചിലപ്പോൾ എന്ന് പറയുന്നത് ആ കടയിൽ കാർഡ് എടുത്തില്ലെങ്കിൽ മാത്രമാണ്. 9 out of 10 ടൈംസ് ഞാൻ മിക്കത് നമ്മുടെ ബാങ്ക് തന്നെ നമുക്ക് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡെബിറ്റ് കാർഡ് ഉണ്ട്. ഇതാണ് യൂസ് ചെയ്യുക. ഇത് യൂസ് ചെയ്യുന്ന ഒരു പ്രത്യേക കാരണമുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ
എപ്പോൾ ഡെബിറ്റ് കാർഡിൽ ഷോപ്പ് ചെയ്താലും നമുക്ക് കുറച്ച് പോയിന്റ്സ് കിട്ടും. ഇത് ഓൾമോസ്റ്റ് എല്ലാ ബാങ്കും ഇങ്ങനെ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ എൻ്റെ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. ഇവർക്ക് സൗത്ത് ഇന്ത്യൻ റിവാർഡ്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കാണാം. ഇത് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. നിങ്ങളെ ബാങ്ക് പ്ലസ് റിവാർഡ് പ്രോഗ്രാം എന്ന് നിങ്ങളുടെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മതി. നിങ്ങളെ ബാങ്കിൻ്റെ റിവാർഡ്സ് പ്രോഗ്രാമിൻ്റെ സൈറ്റ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി കാർഡ് യൂസ് ചെയ്യുന്ന ആളാണ്, ഇതുവരെ അറിഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതിൽ ഇഷ്ടംപോലെ പോയിന്റ് ഉണ്ടാവും. അത് കുറച്ച് കഴിഞ്ഞാൽ എക്സ്പയർഡ് ആവും ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പോയിന്റ്സ് വെച്ച് നമുക്ക് ഫോൺ റീചാർജ് ചെയ്യാൻ പറ്റും. ഇത് വെച്ചാണ് ഞാൻ കഴിഞ്ഞ എല്ലാ റീചാർജസും ചെയ്യുന്നത്. ഇത് മാത്രമല്ല വേറൊരു വഴിയും കൂടി ഉണ്ട്. അതാണ് ബിങ് റിവാർഡ്സ് പ്രോഗ്രാം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കില്ല. കാരണം വേറെ ഒന്നുമല്ല, ബിങ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിന് പകരം നിങ്ങൾക്ക് അവർ കുറച്ച് റിവാർഡ് തരും. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലിപ്കാർട്ട് കൂപ്പൺ കാർഡോ അല്ലെങ്കിൽ ഗിഫ്റ്റ് കാർഡായിട്ടോ അല്ലെങ്കിൽ ആമസോൺ ഗിഫ്റ്റ് കാർഡായിട്ടോ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് എൻ്റെ കയ്യിൽ ഇപ്പോൾ കാണിച്ചു തരാം. ഏകദേശം 10,000-അടുത്ത് പോയിന്റ് ഉണ്ട്. ഇത് ഈ മാസം 17,000 ആവും. അപ്പോൾ നമുക്ക് ഏകദേശം 1000 രൂപയ്ക്കുള്ള കൂപ്പൺ കാർഡ് കിട്ടും. ഇത് നിങ്ങൾ ആമസോൺ പേയിൽ കൊണ്ടുപോയി റിഡീം ചെയ്യുക. അത് വെച്ച് ഫ്രീ ആയി റീചാർജ് ചെയ്യുക. ഇത് രണ്ടും ഗ്യാരണ്ടീഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. പോയി ട്രൈ ചെയ്യുക. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഈ വീഡിയോ ചെക്കൗട്ട് ചെയ്യാം. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ചെക്കൗട്ട് ചെയ്യുക. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ഗ്യാരണ്ടീഡ് വർക്കിംഗ് ആയിട്ടുള്ള ഹാക്കുകൾസ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.